സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യ സുരഭിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് MS ബനേഷിന്റെ കവിതകൾ, ഡോക്ടർ ബോബി ചാക്കോ ചെയ്യുന്ന പ്രഭാഷണം, പീറ്റർ പാലക്കുഴിയുടെ കഥ എന്നിവയാണ്. ആദ്യം ഡോക്ടർ ബോബി ചാക്കോ ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം. ONV കവിതയിലെ ഹൃദയ നിമന്ത്രണങ്ങൾ. കവി എന്നതിലുപരി ഇരുത്തം വന്ന ചിന്തകൾ കൊണ്ട് സമൂഹത്തോട് പ്രതികരിച്ച് ദർശനങ്ങൾ അവതരിപ്പിച്ച സാമൂഹിക വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ONV കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തത നിറഞ്ഞ വൈകാരിക അനുഭവങ്ങളിലൂടെ അനുവാചകൻ കടന്നുപോകുന്നു. ONV കവിതകളെ പരിചയപ്പെടുമ്പോൾ തന്നെ അതിലെ സാധാരണക്കാരൻ്റെ നിശബ്ദ വിലാപം വ്യക്തമായി കേൾക്കാൻ കഴിയും. ചവറയിലെ ലോഹമണൽ വ്യവസായം കൊണ്ട് പള്ളവീർപ്പിച്ച സായിപ്പന്മാരെ ഒരു തട്ടിലും ഈ വ്യവസായത്തിനായി തങ്ങളുടെ മജ്ജയും മാംസവും അർപ്പിച്ച് കറുത്ത എല്ലിൻകൂടങ്ങളായി തീർന്ന മനുഷ്യരെ മറുതട്ടിലും നിർത്തി എൻ്റെ മണ്ണിൽ എന്ന കവിതയിൽ ONV ചോദിക്കുന്നു: ഇവിടെ കറുത്തൊരീ മണലാരുടെ ദുഃഖം, മണ്ട ചീയുമീ തെങ്ങിൻ നിര ആരുടെ ദൈന്യം. ഇന്നും കടൽ തീരത്തെ കാറ്റാടിമരങ്ങളും മനുഷ്യാത്മാക്കളും ഇപ്രകാരം നിലവിളിച്ചു ചോദിക്കുന്നു: എവിടെ ആ വാഗ്ദത്ത ഭൂമി? സ്വന്തം നാടിൻ്റെ പൈതൃകവും ചരിത്രവും വർത്തമാനകാല സാഹചര്യങ്ങളും കൂടി ചേർന്ന മിശ്രിതമാണ് ONVയുടെ കവിതാമണ്ഡലം. സ്വപ്നലോകത്തലയുന്ന ഭാവനയെ പ്രോത്സാഹിപ്പിക്കലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ധർമ്മം. മറിച്ച് സമൂഹത്തോട് പ്രതികരിക്കലും ആ പ്രതികരണധർമ്മം എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കലുമായിരുന്നു. പുത്രരെയെല്ലാം കൊല്ലിച്ച യുദ്ധത്തിൻ്റെ ദുഃഖസാക്ഷിയായെന്നും ഗാന്ധാരി കരയുന്നു എന്ന് അശാന്തിപർവത്തിൽ പറഞ്ഞ കവി ജീവൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഐക്യരാഷ്ട്രസഭയിലും വിവിധ സംഘടനകളിലും ഉയരുന്ന മുറവിളികൾ കേൾക്കുന്നതുകൊണ്ടാകാം സൂര്യഗീതത്തിലൂടെ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്: ജീവൻ്റെ നൃത്തം മുറുകുന്നിതെങ്കിലും ഈ നൃത്തം എത്ര നാളിങ്ങനെ. ഇവിടെ ഒരു വശത്ത് ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, മറുവശത്ത് അണുവായുധ ശേഖരവും യുദ്ധഭീതിയും. ഇവയുടെ അതിപ്രസരം മൂലം മനുഷ്യകുലത്തിന് സ്വന്തം കണ്ണീര് മാത്രം തോരുന്നില്ല. 1950കളിൽ നിന്ന് 60കളിലെത്തിയപ്പോഴും പിന്നീട് 90കളിലെത്തിയപ്പോഴും ONV കവിതകളിൽ വന്ന മാറ്റം ഏറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. ലോകമെങ്ങും സാമ്രാജ്യവിരുദ്ധ ശക്തികൾ ശക്തിപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിജയകരമായി വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കുകയും ചെയ്ത 1940കളിലാണ് കവി രംഗപ്രവേശം ചെയ്തത്. വിപ്ലവത്തിൻ്റെ വീര്യം പ്രസരിക്കുന്ന ഭാഷയിലാണ് കവി ആദ്യകാല പ്രതികരണങ്ങൾ നടത്തിയത്. നാം മർദ്ദിതർ എന്ന കവിതയിൽ ഇപ്രകാരം വായിക്കുന്നു: അമ്മയോടച്ഛൻ പറയണ കേട്ടു കമ്മ്യൂണിസ്റ്റാ നിൻ്റച്ഛൻ, നിങ്ങളെയെല്ലാം വേലേന്നതുകൊണ്ട് ഇന്നലെ ഏമാൻ തള്ളിയടാ. ഈ കവിതകൾ അനുഭവ തീവ്രമായ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതികരണങ്ങളാണ്. കവിയുടെ സാമൂഹിക പ്രതികരണവും പ്രതിബദ്ധതയും അവയിൽ നിഴലിക്കുന്നുണ്ട്. ONV നിസ്വരുടെയും കവിയാണ്. 60കളിലെത്തിയപ്പോഴേക്കും മാറിയ പരിസ്ഥിതിയും താൻ ആർജിച്ച അനുഭവ സമ്പത്തും കൂട്ടിച്ചേർത്ത് രൂപപരമായും ഭാഷാപരമായും കവിതയുടെ പുതിയ മേഖലകൾ കവി കണ്ടെത്തുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെയും ഉൾക്കൊണ്ടാണ് കവി രചന നടത്തിയത്. ഓരോ തരം ദുരന്ത സ്വപ്നങ്ങളും പേറിയാണ് മനുഷ്യർ ഇന്ന് ഉറങ്ങുവാൻ പോകുന്നത്. ഇത്തരം ദുരന്ത സ്വപ്നങ്ങളിൽ ചിലത് ONVയുടെ കവിതകളെയും ബാധിച്ചിട്ടുണ്ട്. ഒരു വശത്ത് സ്നേഹനിധിയായ സൂര്യൻ എന്ന അക്ഷയപാത്രം, മറുവശത്ത് സ്വലാഭത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാതെ കലഹിച്ച് സ്വയം നശിക്കുന്ന മനുഷ്യൻ. കഥ അവസാനിക്കുന്നത് മനുഷ്യരാശിയുടെയും ഭൂമിയുടെയും സംഹാരത്തിലാണ്. പക്ഷേ കവി നന്മയും പ്രതീക്ഷയും കൈവെടിയുന്നില്ല. നിങ്ങൾക്കു മണ്ണായ മണ്ണിലെല്ലാം ഇരിക്കാം, മനുഷ്യരായ മനുഷ്യരോടെല്ലാം സംസാരിക്കാം. ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിൽ സമകാലിക സമസ്യകളുടെ മൂർത്ത ചിത്രങ്ങളാണ് ഭാവനാത്മകവും ചിന്തോദ്ദീപകവുമായി
കോർത്തിണക്കിയിരിക്കുന്നത്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. കവി രചിച്ച ഭൂമി എന്ന കവിതയിലെ അമ്മയിൽ നിന്ന് വളരെ വിഭിന്നയാണ് ഭൂമിക്കൊരു ചരമഗീതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന അമ്മ. ചൂഷണത്തിൻ്റെ പ്രത്യാഘാതമെന്നോണം പ്രകൃതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന താളക്കേടുകൾ ONV കാൽപ്പനികതയുടെ തീവ്രതയിൽ വരച്ചു കാട്ടുന്നുണ്ട്. ആടിമുകിൽമാല കുടിനീര് തിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു, ആറുകൾ ഒഴുക്കു തിരയുന്നു. പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഭൂമിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു വശത്ത് ഭൂമി മനുഷ്യനോട് കാണിക്കുന്ന വാത്സല്യം, മറുവശത്ത് മനുഷ്യൻ ഭൂമിയോട് കാണിക്കുന്ന ക്രൂരത. ഈ വൈരുദ്ധ്യത്തെ ഉചിതമായ കാവ്യബിംബങ്ങളിലൂടെ വായനക്കാരനെ അലോസരപ്പെടുത്തും വിധമാണ് ONV അവതരിപ്പിക്കുന്നത്. ഇത്തരം അലോസരപ്പെടുത്തലുകളാണ് കവിസൃഷ്ടിയെ ഉദാത്തമാക്കുന്നതും. ഇന്നെവിടെയും കിടമത്സരങ്ങളാണ്. മനുഷ്യൻ്റെ കിടമത്സരങ്ങൾക്കിടയിൽ നന്മയുടെ ഗ്രാമീണ സ്പന്ദനങ്ങൾ ഭൂമിക്ക് നഷ്ടമാകുന്നത് കവി വേദനയോടെ വരച്ചിടുന്നു. അശാന്തി പർവ്വത്തിൽ കവി പറയുന്നു: വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക നാം, മർത്യരാവുക മാത്രം വയ്യ, ജന്തുത ജയിക്കുന്നു. ഒരു ദേശത്തിൻ്റെ മാത്രം കവിയല്ല ONV. സാമൂഹിക പ്രശ്നങ്ങളുടെ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ ONV കവിതകളിലുണ്ട്. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഉത്തരേന്ത്യൻ പെൺകുട്ടിയുടെ കഥ പറയുന്ന കോതമ്പു മണികൾ ഇത്തരത്തിൽ ശ്രദ്ധേയമായ കവിതയാണ്. കുഞ്ഞായിരുന്നപ്പോൾ വയറു നിറയെ ആഹാരം സ്വപ്നം കണ്ട പെൺകുട്ടി വളർന്നപ്പോൾ എല്ലാ സ്വപ്നങ്ങളെയും ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടുന്നു. പണവും പ്രതാപവും ഇല്ലാത്ത ദരിദ്ര കുടുംബത്തിലെ അധ്വാനിക്കുന്ന പെൺകിടാങ്ങളെ വിവാഹം കഴിക്കുവാൻ ആരും മുന്നോട്ട് വരാറില്ല. നീറുന്ന ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളെ കവി ലളിതമായി അവതരിപ്പിക്കുന്നു. നിന്നെ വധുവായി അലങ്കരിക്കാനിങ്ങ് പൊന്നില്ല, പൂവില്ല, ഒന്നുമില്ല, കൊക്കിലൊതുങ്ങാത്ത ഭാഗ്യങ്ങളൊന്നുമേ കൊത്തിവിഴുങ്ങാൻ കൊതിയുമില്ല. കോതമ്പു മണികളിൽ കവിയുടെ നെടുവീർപ്പുകൾ അവസാനിക്കുന്നില്ല. വിരുന്ന് എന്ന കവിതയിൽ ആ വാക്കുകൾ വികാര തീവ്രമാകുന്നു. എന്നുയർത്തിയിൽ സ്വയം പൊരിഞ്ഞു ഞാനീ കുഞ്ഞിൻ മുന്നിൽ ഇന്നൊരു റൊട്ടിത്തുണ്ടമായി പതിച്ചെങ്കിൽ. ONV കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ത്രീപക്ഷ സ്വഭാവം പുലർത്തുന്ന നിരവധി കവിതകൾ കണ്ടെത്താനാകും. 2010 എഴുതിയ ദിനാന്തം എന്ന കവിതയിലെ ആശ്വാസവാക്കുകളിൽ അർത്ഥപൂർണമായ ചില സൂചനകളുണ്ട്. അന്യദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ, നിന്റെ ദുഃഖങ്ങൾ വെറും കടൽ ശംഖുകൾ. സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്ന കവിതയിൽ അന്നും കാലിക പ്രസക്തി ഉണ്ടായിരുന്ന പാലസ്തീൻ അദ്ദേഹത്തിന് കവിതാവിഷയമാകുന്നുണ്ട്. ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി ദാരിദ്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആർദ്രത തുളുമ്പുന്ന പ്രതീകമാണ്. അതോടൊപ്പം ആധുനിക മനസാക്ഷിയിലെ ഒരു ചോദ്യചിഹ്നവും. ഏകാന്തത എന്ന ഭീകരാവസ്ഥയെ ദിനാന്തം എന്ന കവിതയിൽ ONV അടയാളപ്പെടുത്തുന്നുണ്ട്. താളം മുറുകി ചിലങ്കയറിയാതെ താഴെ വീഴുകയെ ചിലയ്ക്കാതെ ആ മുത്തുപോൽ. കവി പച്ചകെടാതെ നിൽക്കുന്ന ഒരു സാമൂഹിക പ്രശ്നത്തിൻ്റെ മാറ്റൊലി മുഴക്കുകയാണ് ഇവിടെ. എല്ലാറ്റിനെയും കച്ചവടച്ചരക്കാക്കാൻ വെമ്പുന്ന ആധുനിക മനുഷ്യൻ്റെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നവങ്ങളായ ആശയങ്ങൾ സ്വതസിദ്ധമായ കാവ്യശൈലിയിലൂടെ സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കാനും ONV കവിതകൾക്ക് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ONVയുടെ വിശാലമായ കാവ്യപ്രപഞ്ചത്തെ 2 വരികളിലേക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം. വേദനിക്കലും വേദനിപ്പിക്കലും വേണമീ സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ. ONV കവിതയിലെ ഹൃദയ നിമന്ത്രണങ്ങൾ ഡോക്ടർ ബോബി ചാക്കോ ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി MS ബനേഷിന്റെ കവിതകൾ കേൾക്കാം. കൽപ്പകായനം. വള്ളിനിക്കർ മാത്രമിട്ട് ചെറ്റപ്പുരയുടെ ചാണകച്ചെറുചൂടുള്ള തിണ്ണയിൽ വേനൽ ചൂടിലമരുമ്പോൾ കൈതോലപ്പായ മൂക്കിലേക്കാവാഹിച്ചു തരികയായി പൊള്ളും തഴയുടെ മുൾഗന്ധം കുത്തിനോവിൻ്റെ മുനമണം.
മലർന്ന് മേലേക്ക് കണ്ണടേ തെങ്ങോലച്ചിത്രചാരുത മീനച്ചൂടിലെരി പൊരിക്കൊണ്ട ചൂട്ടിൻ കടുഞ്ചൂര് തെങ്ങിൻ മണ്ടകളേറി ഞാൻ പാഞ്ഞു പോകുന്നു കൽപ്പക സ്വപ്നയാന വിമാനത്തിൻ ഓലച്ചിറകുകളേറിയോ കൊട്ടാരങ്ങൾ കാൺകയായി കോവിൽ ജന്മികൾ താഴെയായി മാറുമാറെന്നൊരാജ്ഞകൾ വില്ലുവണ്ടി തന്നൂക്കുകൾ ചാണകത്തിണ്ണമെനയുന്നോരമ്മമാർ അടിയാത്തികൾ അവരെ പിന്നിൽ ബലാൽ ക്രൂര സംഘം ചെയ്യും തറവാടികൾ കണ്ടു കണ്ടില്ല എന്നപ്പോൾ മണിപ്രവാള മുഖസ്തുതികൾ ചോരവാർന്നൊഴുകുമ്പോഴും വിപ്രലംഭ വ്യഭിചാരങ്ങൾ വായ പൊത്തും വഴിപ്പോക്കർ പട്ടുപോകുന്ന കുഞ്ഞുങ്ങൾ ശവമടക്കാൻ അനുവാദം കാത്തു കരയും അമ്മമാർ വാടി ഇങ്ങെന്നു ജന്മികൾ വരില്ലെന്നടിയാത്തികൾ പായയിൽ കരിങ്കല്ലു കെട്ടി ആറിൽ തള്ളിയ പെണ്ണുടൽ പട്ടണത്തിലെ ഖനനത്തിൽ കണ്ടു കിട്ടിയ ശിലകളെ പറയാമോ നിങ്ങൾക്കൊപ്പം പതിക്കപ്പെട്ട ലിഖിതങ്ങൾ എൻ്റെ നാടിൻ ചരിത്രത്തിൻ ക്രൂരയാഥാർത്ഥ്യയാനമേ താഴേക്കെന്നെ എറിയുക കാൽച്ചിലമ്പിൻ കടൽക്കരയിൽ മുള്ളു ചീകാതെ മുസിരിസേ നീ മെനഞ്ഞ തഴപ്പായ തൻ ശരശയ്യയിലാണെന്നും ചോരവാർന്നു ഞാനെഴുതുന്നു ഓർമ്മ കൊണ്ട് തുറക്കേണ്ട ഒരു വാതിലുമിനി മുതൽ ഓർമ്മ കൊണ്ടു തുറക്കേണ്ട ഒരു വാതിലുമിനി മുതൽ ചരിത്രത്തിൻ്റെ ചോരയെന്നിൽ തിരമാലകൾ തീർക്കയാൽ ഓർമ്മ കൊണ്ടു തുറക്കേണ്ട ഒരു വാതിലും ഇനി മുതൽ. ആനന്ദയാത്ര 1 മുതൽ 10 വരെയുള്ള നിഷ്കാസിതമായ വർഷങ്ങൾ പോലെ സ്കൂളിലെ മട്ടിമരത്തിൽ വാർഷിക വലയങ്ങളുടെ പൂപ്പൽ. ഓരോ ക്ലാസ്സിലും ഓരോ വർഷവും ആ ദിനം വരും. ടീച്ചർ അത് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ കാതുകൾ പൊത്തും. ഇത്തവണ എക്സ്കർഷൻ ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൂന്നാർ, ഷോളയാർ, ആതിരപ്പള്ളി, പഴനി. ഞങ്ങൾ ബധിരരെ പോലെ ജാലകത്തിനപ്പുറം കഥകളിയാടുന്ന ചോലമരങ്ങളെ നോക്കിയിരിക്കും. അനിൽ പ്രഭാകർ, അൻവർ മുസ്തഫ, സക്കറിയ ജോസഫ്, പേരിൽ തന്നെ സമ്പത്തുള്ളവർ പതിവ് പോലെ പേര് കൊടുക്കും. കറുപ്പലാസ്റ്റിക്കിട്ട മുഷിയൻ പുസ്തകങ്ങൾ തോളിലേന്തി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങൾ ചാച്ചാജിയുടെ ഇന്ത്യയെ കണ്ടെത്തും. കരിശാങ്കുളത്തെ പുല്ലാനിച്ചെടികളിലെ പൂവാലൻ തുമ്പികളുടെ പരപരാഗണം നോക്കി വാസന്തി പറയും, ആഹാ, നമ്മുടെ ശലഭോദ്യാന യാത്ര. തിളനിലയില്ലാത്ത കർക്കിടകം പാടം കവിഞ്ഞ് തോടുകളിലേക്ക് കുതിപ്പിക്കുന്ന വർഷപ്പെയ്ത്തിൽ ദാമ്പുവും ഞാനും ആർത്തു വിളിക്കും, ഓഹോയ് ആതിരപ്പള്ളി. പാലും നൂറും കൊടുക്കാത്ത പാമ്പിൻകാവിലെ പടർപ്പുകളിൽ പതിയിരിക്കുന്ന കുറുക്കരെ നോക്കി ആണ്ടു ആശ്ചര്യം കൊള്ളും. ഷോളയാർ കാട്. വീടെത്തുമ്പോൾ പിന്നാമ്പുറക്കാഴ്ചയിൽ തീ കാഞ്ഞിരിക്കുന്നുണ്ടാവും അല്പം കിറുക്കുള്ള വളരെ പഴയൊരു അമ്മൂമ്മ. ഞങ്ങൾ ആർത്തു വിളിക്കും, ക്യാമ്പ് ഫയർ. ആനന്ദത്തെ അഗാധതയിൽ നിന്ന് അഴിച്ചെടുക്കുന്ന വിദ്യ അന്നേ പഠിച്ചതുകൊണ്ടാണോ ഇന്നും ഇങ്ങനെ നമ്മൾ ഈ കവിതയുമായി ഇങ്ങനെ? സ്കൈലാബ്. അമേരിക്ക വിക്ഷേപിച്ച സ്കൈലാബ് അരാജകവാദിയായ ഒരു ഉന്മത്ത തളികയായി മുസിരിസിൽ ഞങ്ങളുടെ തലയിൽ വീഴും എന്ന ഭയത്തിൽ സായാഹ്നത്തിലെ എരണ്ടപ്പക്ഷികളെപ്പോലെ 79 ജൂലൈ 10 പകലിനെയും രാത്രിയാക്കി ഞങ്ങൾ വീടുകൾ മാളങ്ങളാക്കി. മരിക്കുന്നെങ്കിൽ ഒരുമിച്ച് എന്ന് അയൽപ്പക്കങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൂടി. ഓടിട്ട മേൽക്കൂരയിലെ ആകാശസാക്ഷിയായ ഒരേയൊരു ചില്ലോട് വെളിച്ചത്തിൻ്റെ ഭീതി പരത്തി. അച്ഛനമ്മയമ്മൂമ്മ ഞങ്ങളും അയൽക്കൂട്ടുകാരും മുതിർന്ന ഭാസ്കരൻ ചേട്ടനും നദീറയും കാർത്തുവും ദീപയും തോമാച്ചനും പ്രഭാകരനും ജോജോ പട്ടിയും 7 പൂച്ചകളും നടുമുറിയിൽ നോഹസ്മരണകളിൽ പുൽപ്പായകൾ വിരിച്ച് മലർന്നും കമിഴ്ന്നും കിടന്നു.
അമേരിക്കയുടെ അഹങ്കാരത്തിൻ്റെ 77,000 കിലോ ഞങ്ങളുടെ വീട്ടിൽ എന്തിനു വീഴണം എന്ന് ഞാൻ ആത്മരോഷം കൊണ്ടു. ഇഷ്ടിക തൊഴിലാളി നേതാവ് ഭാസ്കരൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിനെതിരെ കാലിൽ കാൽ കയറ്റി വെച്ച് കിടന്നുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തി. റേഡിയോ വയ്ക്കാൻ അച്ഛൻ ഭയന്നു. ഞാറോത്തെ ശേഖരേട്ടൻ്റെ വീട്ടിൽ നിന്ന് വായിക്കാൻ കൊണ്ടുവന്ന സോവിയറ്റ് നാട് വിരിച്ച് അതിൽ പകുതി തലവെച്ച് ഞാൻ യുദ്ധവും സമാധാനവും വായിച്ചു. ഓട്ടുചില്ല് വെളിച്ചമടിച്ചു തന്നു. നിക്കറിലെ കീശയിൽ പച്ചക്കണ്ണിമാങ്ങകൾ തറയിലമർന്ന് ചുനമണം പടർത്തി. പുതുമാങ്ങകൾ വീണോ എന്നറിയാൻ മാഞ്ചോട്ടിലേക്ക് ഞാൻ കുതിച്ചു. അയ്യോ പോകല്ലേ എന്ന് വള്ളി ട്രൗസറിൽ 10-20 കൈകൾ. റഷ്യയാണ് തൊടുത്തിരുന്നതെങ്കിൽ സ്കൈലാബ് വീഴില്ലായിരുന്നുവെന്ന് ഞാൻ വിചാരപ്പെട്ടു. ആകാശം ഒരു പരാജയപ്പെട്ട പരീക്ഷണശാലയാണെന്നും അതിൻ്റെ അമ്ലഭാരം മുഴുവൻ ഞങ്ങളിലേക്ക് പതിക്കുകയാണെന്നും ഞാൻ കിടുങ്ങി. പൊടി കയറിയാൽ മാത്രം ശ്വാസം മുട്ടാറുള്ള ഞാൻ ഉറക്കെ കുറുകാൻ തുടങ്ങി. മേൽക്കൂര താഴുന്ന കുടുസുമുറിയിലെന്ന പോലെ ശ്വാസകോശം ചുരുങ്ങി, കണ്ണുകൾ തുറിക്കാൻ തുടങ്ങി. ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് ആകാശമുദ്രാവാക്യം വിളിച്ച് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് അച്ഛനും അമ്മയും പുഴുപല്ലി പീലികാന്തമായ അന്തർലോകവും എന്നെ തോളിലിട്ട് ആശുപത്രിയിലേക്ക് പുറത്തിറങ്ങി. പുറത്ത് അതേ ആകാശം. താഴ്ന്നു വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ തെല്ലിടം നോക്കി. 5-6 കൃഷ്ണപ്പരുന്തുകൾ. മാഞ്ചില്ലയിൽ അതേ കുയിലിൻ്റെ ഹംസധ്വനി. ഞാഞ്ഞൂളുകളുടെ സ്മരണയിൽ ജമീലയുടെ വീട്ടിലെ കരിങ്കോഴിയുടെ പതിവ് ഖനനം. ഇനിയും പൂക്കാത്ത തൊടികളിൽ ഒരു തുമ്പിയുടെ പരാഗണശ്രമം. അത് നോക്കി വാലു വീശിയിരിക്കുന്നു ഉച്ചയ്ക്ക് 12 മണിയുടെ വെയിലിൽ ഞങ്ങളുടെ വീട്ടിലെ അന്തർമുഖപ്പൂച്ച. തോളിലിരുന്ന് ഞാൻ പറഞ്ഞു, ശ്വാസം മുട്ടൽ മാറി, ലോകം പഴയതുപോലെയായി. സ്കൈലാബ് നയത്തിൽ ദൂരെ ദൂരെ ഒരു കടലിൽ പതിച്ചു. മെമ്മറി കാർഡ്. മൃതിമുഴക്കുന്ന എരണ്ടപ്പക്ഷികളുടെ ചാവുസ്വരങ്ങൾ ചേക്കയേറുന്ന കൊടുങ്ങല്ലൂരിലെ ഘനസന്ധ്യയിൽ, കൂട്ടുകാരി മുങ്ങിമരിച്ച കുളത്തിനപ്പുറത്തെ പാമ്പിൻകാവിലെ ഇരുളിൽ, എരുക്കുകളുടെ മറപറ്റി ഒരു കുട്ടി കാതുകൾ പൊത്തിയിരിക്കുന്നു. 1000 ചെമ്പുകുടങ്ങളിൽ ഡൈനമിറ്റുകൾ പൊട്ടിച്ച് ചുറ്റും ലോകത്തിൻ്റെ പ്രകമ്പനം. കാതുപൊത്താൻ 10 കൈകൾ കൊതിച്ച് അവൻ വിരലുകൾ ആഞ്ഞു തിരുകുന്നു. നെഞ്ചിടിപ്പുകൾ മിസൈലുകളായി കുതിച്ചു പൊട്ടുന്നു. വള്ളി ട്രൗസർ വലിച്ചു കയറ്റി കൂടുതൽ ഒളിയിടങ്ങളിലേക്ക് കുതിക്കുന്നു. വിഷുവിൽ ലോകം പൊട്ടിത്തെറിക്കുമ്പോൾ അവൻ മൗനദേവതകളെ തേടിപ്പോകുന്നു. ഗുണ്ട്, ഏറുപടക്കം, അമിട്ട് അവൻ വിറയ്ക്കുന്നു. ഒച്ചപ്പേടി മാറ്റാൻ ഉത്സവപ്പറമ്പുകളിലേക്ക് അമ്മ അവനെ വലിച്ചിഴയ്ക്കുന്നു. തൃപ്രയാർ പരമേശ്വരൻ്റെ തുമ്പിക്കൈ തൊടുവിക്കുന്നു. വെടിക്കെട്ട് തുടങ്ങുന്ന 6 മണിയിൽ അവൻ്റെ ലോകം അവസാനിക്കുന്നു. ആൾക്കൂട്ടങ്ങളുടെ തടവിൽ ശബ്ദാസുരന്മാരെ ശപിച്ച് അവൻ കേൾവിയെ റദ്ദ് ചെയ്യുന്നു. വിഷുവും കമ്പക്കെട്ടും കഴിഞ്ഞ് കാതുകളിൽ നിന്ന് ചോരപാർന്ന പഞ്ഞികൾ മാറ്റുമ്പോൾ അവൻ ആശ്വസിക്കുന്നു, ശാന്തിയുടെ ദിനങ്ങൾ വരവായെന്ന്. പൊടുന്നനെ അരാകുളത്തെ താമരപ്പൊയ്കകളിൽ നിന്ന് ചലാട്ടിപ്പക്ഷികൾ വീടിനു മുകളിലൂടെ ശകാരപ്പറക്കൽ നടത്തുന്നു. ലോകത്തോടുള്ള വഴക്കിന് ബന്ധുക്കൾ വീടിനെ ഭർത്തിച്ച് ഉച്ചത്തിൽ പിറുപിറുക്കുന്നു. നടവഴിയിൽ യുവാക്കളുടെ പിളർശിരസിൽ പൊട്ടാതെ പുകയുന്നു മതമരുന്നുറഞ്ഞ തീബോംബുകൾ. പത്രങ്ങൾ, പാത്രങ്ങൾ എറിയപ്പെട്ട് ചിതറുന്നു. വായിൽ കതിനകൾ നിറച്ച് നിത്യേന പൊട്ടിത്തെറിക്കുന്നു. കുഞ്ഞിക്കാതുകളുമായി രക്ഷ കിട്ടാതെ അവൻ മൗനമാത്രകളെ പ്രാർത്ഥിക്കുന്നു. തറയിൽ തഴപ്പായയിൽ കാതുപൊത്തിക്കിടക്കവേ ഒരു രാത്രിയിൽ മാക്സിം ഗോർക്കിയുടെ അമ്മ വരുന്നു. അരികിലിരിക്കുന്നു. അവൻ്റെ പേര് മൗനേഷ് എന്ന് തിരുത്തുന്നു. അന്തർമുഖത്വത്തിൻ്റെ അനുഗ്രഹമേകുന്നു. ഏകാന്തതയുടെ കിരീടമർപ്പിക്കുന്നു. പരാജയത്തിലും ചിരപുഞ്ചിരി തരുന്നു. കവിതയുടെ ദുർഗ്രഹ അനുഭൂതി കാതിൽ പകരുന്നു. പാർശ്വഫലങ്ങൾ ധാരാളമുള്ള ആ വിഷാദവരം അവൻ കൈക്കൊള്ളുന്നു. മെല്ലെ മെല്ലെ അവൻ കേൾക്കാൻ തുടങ്ങുന്നു ഒച്ചുകളുടെ സംഗീതം. പശുക്കൾ അയവിറക്കുന്നതിൻ്റെ, പൂച്ചകൾ നക്കിത്തുടയ്ക്കുന്നതിൻ്റെ, അലക്കുകല്ലിലിരുന്ന് അമ്മൂമ്മ വിചാരപ്പെടുന്നതിൻ്റെ, തോറ്റ ചരിത്രങ്ങളുടെ കൽബഞ്ചുകളിലിരുന്ന് അപ്പൂപ്പന്മാർ പല്ലിറുമ്പുന്നതിൻ്റെ, മുതുകിൽ ലാത്തിപ്പാടുള്ള യുവാക്കളിൽ ചോരയുള്ള മുദ്രാവാക്യങ്ങൾ പൊരിയുന്നതിൻ്റെ, തലച്ചോർ നിറയെ പൂക്കാൻ തുടങ്ങുന്ന കവിതയുടെ മെമ്മറി കാർഡുകൾ. വേട്ടക്കാർ പടക്കങ്ങൾ പൊട്ടിച്ചിട്ടും പാറമടക്കാർ പിളരൊച്ച മുഴക്കിയിട്ടും ഖനനക്കാർ കുഴിബോംബുകൾ പാകിയിട്ടും ഒളിവിലെ പോരാളികളുടെ എരിനിശ്വാസങ്ങളുള്ളത്, ആലോചനായോഗങ്ങളുടെ നിരന്തര മർമ്മരങ്ങളുള്ളത്,
കവിതയുടെ ആ ഭൂതാരണ്യത്തിൽ നിന്ന് നാട്ടിലേക്ക് വിത്തുകൾ പൊട്ടിത്തെറിപ്പിക്കുന്നുണ്ടോ സൂക്ഷ്മ ശബ്ദങ്ങളിൽ ഒരൊറ്റ മരം? എം എസ് ബനേഷിന്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പീറ്റർ പാലക്കുഴി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. യൂക്കാലി. പങ്കജാക്ഷിയമ്മ വീട്ടുമുറ്റത്തെ കിണറിനുള്ളിലേക്ക് എത്തി നോക്കി. വെള്ളം കാണാനേയില്ല. കിണറിനുള്ളിലേക്ക് ശരിക്കും അങ്ങോട്ട് നോട്ടം എത്താഞ്ഞിട്ടാണോ അതോ വെള്ളം താഴേക്ക് ഇരുന്നു പോയതാണോ? വ്യക്തമല്ല. കണ്ണട മാറ്റാൻ കാലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. മുഖത്തു നിന്നും കണ്ണടയെടുത്ത് ഉടുമുണ്ടിൻ്റെ കോന്തല കൊണ്ട് അമർത്തി തുടച്ച് വീണ്ടും വെച്ചു. കിണറിൻ്റെ ചുറ്റുമതിലിൽ കൈവെള്ള ഊന്നി കുനിഞ്ഞു നിന്ന് കിണറിനുള്ളിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അടിത്തട്ട് നനഞ്ഞു നിൽക്കുന്ന വെള്ളമേ ഉള്ളൂ. തൊട്ടിമുങ്ങാൻ പോലുമില്ല. 5 പതിറ്റാണ്ട് മുമ്പ് ശേഖരൻ നായർ തന്നെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ കപ്പി പോലും ഇല്ലാതെയാണ് വെള്ളം കോരിയെടുത്തിരുന്നത്. കുടിയിലെ നെൽകൃഷി ചെയ്തിരുന്ന കണ്ടങ്ങളിലേക്ക് വെള്ളം തേകാൻ വേണ്ടി കിണറിലേക്ക് ഇറക്കി ക്രോസ് ചെയ്തിട്ട പനമ്പടി പാലത്തിൽ നിന്ന് തൊട്ടിയും കയറും ഉപയോഗിച്ചായിരുന്നു വീട്ടാവശ്യത്തിനുള്ള വെള്ളം കോരിയെടുത്തിരുന്നത്. വേനൽക്കാലത്ത് 4-5 കൈ കയറ് വലിച്ചാൽ വെള്ളം മുകളിലെത്തുമായിരുന്നു. എത്ര കഠിന വേനലിലും അരക്കിണർ വെള്ളമുള്ള കിണറായിരുന്നു. അന്ന് പുരയിടത്തിൻ്റെ 3/4 ഭാഗവും കണ്ടമായിരുന്നു. തുലാക്കൊട്ട കൊണ്ട് തേകിയാണ് കണ്ടങ്ങൾ നനച്ചിരുന്നത്. മൂത്ത മകൻ ഗോവിന്ദൻകുട്ടി പിറന്നതിന് ശേഷമാണ് കിണറിന് സംരക്ഷണ ഭിത്തി കെട്ടിയത്. പിന്നീട് കണ്ടം കൃഷി ഒഴിവാക്കി കൊണ്ടൽ കൃഷിയാക്കി. ഒപ്പം ഫലവൃക്ഷത്തൈകളും നാണ്യവിളകളും നട്ട് പറമ്പാക്കി പരിവർത്തനം ചെയ്തു. പറമ്പ് നനയ്ക്കാൻ കുട്ടത്തേക്ക് ഒഴിവാക്കി ഇലക്ട്രിക് മോട്ടോർ സ്ഥാപിച്ചു. പറമ്പ് മൊത്തം നനച്ചു കഴിഞ്ഞാലും കിണറിലെ ജലവിധാനത്തിന് കാര്യമായ കുറവൊന്നും വരില്ലായിരുന്നു. ഊറി വരുന്ന നീരുറവ അത് പരിഹരിച്ചിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറിയിരിക്കുന്നു. വേനലായാൽ മോട്ടോർ അടിക്കാനുള്ള വെള്ളമില്ല കിണറ്റിൽ. കഴിഞ്ഞ വേനലിലും കിണറിൻ്റെ ആഴം കൂട്ടിയതാണ്. ഇനി താഴ്ത്താൻ മണ്ണില്ല. അടിത്തട്ട് വിരിഞ്ഞ പാറയാണ്. ഉറവുകണ്ണികളൊക്കെ അടഞ്ഞുപോയിരിക്കുന്നു. കുടിക്കാനുള്ള വെള്ളം തന്നെ കോരിയെടുക്കുന്നത് പാടുപെട്ടാണ്. ഓരോ കോരലിലും കഷ്ടിച്ച് അരത്തൊട്ടി വെള്ളം വീതം കിട്ടും. കുംഭമാസം പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പങ്കജാക്ഷിയമ്മ കണക്ക് കൂട്ടി. ഇനി വരാനുള്ള 2-3 മാസക്കാലം കടുത്ത വേനലാണ്. അത് കഴിഞ്ഞ് കാലവർഷം വന്നെത്തിയാലായി. പറമ്പിൻ്റെ വടക്കതിർത്തി വനം വകുപ്പിൻ്റെ ജണ്ട കെട്ടിത്തിരിച്ച യൂക്കാലിപ്റ്റസ് തോട്ടം. തോട്ടത്തിലേക്ക് നോക്കി പങ്കജാക്ഷിയമ്മ നെടുനീർപ്പിട്ടു. ഇതിനെല്ലാം കാരണം ആ യൂക്കാലിത്തോട്ടമാണ്. പങ്കജാക്ഷിയമ്മയുടെ മനസ്സിൽ കഴിഞ്ഞകാല സ്മരണകൾ ഉയർന്നു. താൻ ഈ കോട്ടപ്പാറ നാട്ടിൽ വരുമ്പോൾ കണ്ണിന് കൗതുകമായി, കരളിന് കുളിരായി, ഹരിതഭംഗി നിറഞ്ഞ സ്വാഭാവിക വനമായിരുന്നു യൂക്കാലി നിൽക്കുന്നിടമെല്ലാം. നിത്യഹരിത വൃക്ഷങ്ങളായ അകിലും ആഞ്ഞിലിയും ഇലവും ഈലുവാകയും ഉങ്ങും ഉന്നവും പയ്യാനിയും പാതിരിയും നിറഞ്ഞു നിന്ന കാട്ടിൽ വിലപിടിപ്പുള്ള തേക്കും തേമ്പാവും ഇരുളും ഈട്ടിയും വളർന്നു മുറ്റി നിന്നിരുന്നു. കാടിൻ്റെ പുറംകാഴ്ച തന്നെ ആത്മാവിന് അനുഭൂതിയായിരുന്നു. സ്വച്ഛമായ പ്രാണവായു നിറഞ്ഞ അന്തരീക്ഷം, വായുവിൽ കാട് പൂത്തിറങ്ങുന്ന സുഗന്ധം, അടിക്കാട് മൊത്തം ഔഷധങ്ങൾ, അസിഡിറ്റി അകറ്റാൻ അല്പം, ആസ്മ അകറ്റാൻ വള്ളിപ്പാല, തക്കുരോഗത്തിന് ദന്തപ്പാല, വിഷഹാരിയായ ഈശ്വരമൂലി, വൃക്കയിലെ കല്ലിന് കല്ലൂർവഞ്ചി, ശരീരപുഷ്ടിക്ക് പാൽമുതക്ക്, പിന്നെ കാട്ടുകുറിഞ്ഞിയും കരിങ്കുറിഞ്ഞിയും കസ്തൂരിമഞ്ഞളും മരമഞ്ഞളും. അങ്ങനെ എണ്ണിയാൽ തീരാത്ത എത്രയെത്ര ഔഷധങ്ങൾ നിറഞ്ഞ പൂങ്കാവനമാണ്. കാട് പൂത്തിറങ്ങുന്ന പൂമണമാസ്വദിച്ച് പറന്നെത്തുന്ന പലജാതി കിളികളുടെ വർണ്ണവിസ്മയം കണ്ണിന് കൗതുകമായി. അവയുടെ കളകൂജനം കാതിന് ഇമ്പമായി. വേഴാമ്പലിൻ്റെ മലമുഴക്കുന്ന ഒച്ചയും കൂമൻ്റെ മൂളലും ആദ്യമൊക്കെ പേടിപ്പെടുത്തുമായിരുന്നു. എങ്കിലും മരഞ്ചാടിയുടെ കലവിലയും മലയെണ്ണാൻ്റെ ചിൽക്കാരവും മനസ്സിന് ഉന്മേഷം പകർന്നിരുന്നു. മൂട്ടിക്കായ് പഴുത്താൽ കാടിൻ്റെ നിഗൂഢതയിൽ നിന്ന് ഇഴഞ്ഞെത്തുന്ന നക്ഷത്രാമകൾ, പുന്നക്കായ് പഴുത്താൽ ഉൾക്കാട്ടിൽ നിന്ന് പറന്നെത്തുന്ന കോഴിവേഴാമ്പൽ, കാട്ടുപന്നിക്കും മുള്ളൻ പന്നിക്കും കുത്തിമാന്തി തിന്നാൻ കാട്ടുകിഴങ്ങും നിലപ്പനക്കിഴങ്ങും, കാട്ടാനയുടെ പെരുംവയർ നിറയ്ക്കാൻ ഈറ്റക്കാടുകളും ഇല്ലിക്കൂട്ടങ്ങളും, നീരാടാൻ ജലസമർത്ഥമായ പൊയ്കകൾ. ഒരു വന്യജീവിക്കും അതിർത്തി ലംഘിക്കാതെ സുഭിക്ഷമായി കഴിയാനുള്ള സാഹചര്യം കാടകത്ത് തന്നെ ഉണ്ടായിരുന്നു. പേടിയോടെയാണെങ്കിലും വന്യജീവികൾ മനഃപൂർവ്വം ഉപദ്രവിക്കില്ലെന്ന വിശ്വാസത്താൽ കാട്ടിൽ പോകുന്ന പിള്ളേർ. തിരിച്ചെത്തുന്ന പിള്ളേരുടെ പോക്കറ്റ് നിറയെ കാരപ്പഴം, തളിരിൻ്റെ ഒടിച്ചെടുത്ത ചില്ലകൾ കയ്യിൽ,
തളിർച്ചില്ലകൾ നിറയെ കറുപ്പും ചുവപ്പും ഇടകലർന്ന മധുരവും പുളിപ്പുമുള്ള തുടുത്ത തളിർപ്പഴങ്ങൾ. ചുണ്ടിലും കൈവെള്ളയിലും ഞാവൽപ്പഴത്തിൻ്റെ കറുപ്പ്. സൂര്യപ്രഭയെ തടയാൻ വിടർത്തിയ 1000 പച്ചക്കുടകൾ ചേർത്തുവെച്ച പോലെ വനവൃക്ഷങ്ങളുടെ കാനോപ്പികൾക്ക് താഴെ നിറഞ്ഞ ഹ്യൂമസ്. കൊഴിഞ്ഞു വീഴുന്ന ഇലകളും ഉണങ്ങി പൊട്ടി വീഴുന്ന മരച്ചില്ലകളും വന്യജീവികളുടെ വിസർജ്യവും തീർത്ത സ്പോഞ്ച് പ്രതലം. മേലാപ്പിൽ തട്ടി ചിന്നിച്ചിതറി താഴെ വീഴുന്ന മഴവെള്ളത്തെ ആ പ്രതലം ആഗിരണം ചെയ്ത് ഭൂമാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ശേഖരിച്ചു വയ്ക്കും. പിന്നീട് അത് നീരുറവയായി, നീർച്ചാലായി, അരുവിയായി, പുഴയായി ഒഴുകും. പെരിയാറ്റിൽ നിറഞ്ഞ നീരൊഴുക്കായിരുന്നു അന്നൊക്കെ. വന്യജീവികൾക്കൊക്കെ യഥേഷ്ടം വെള്ളവും തീറ്റയും. അതുകൊണ്ട് തന്നെ അവയ്ക്കൊന്നും അതിർത്തി ലംഘിക്കേണ്ടി വന്നിരുന്നില്ല. വന്യജീവികൾ കാടകത്ത് തന്നെ സംതൃപ്തരായി കഴിഞ്ഞിരുന്ന ആ നല്ല കാലം. ആകാശത്തിൻ്റെ അനന്തതയിൽ അലസമായി ഒഴുകി നടക്കുന്ന വന്ധ്യമേഘങ്ങളെ നോക്കി നിൽക്കുമ്പോൾ പങ്കജാക്ഷിയമ്മ ഓർത്തു. മാനത്ത് മഴക്കാറ് കണ്ടാൽ കോട്ടപ്പാറ മഴ പെയ്യുമായിരുന്നു അന്നൊക്കെ. ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിക്ക് പൾപ്പ് ഉൽപ്പാദിപ്പിക്കാൻ അസംസ്കൃത വസ്തു വേണ്ടി വന്നു. പൾപ്പ് നിർമ്മാണത്തിന് വേണ്ട മരത്തൈകൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ പറദീസ വെട്ടി നശിപ്പിച്ചത്. എന്നിട്ടോ പൾപ്പിന് പറ്റിയ നാടിനിടങ്ങുന്ന ജൈവവൈവിധ്യം നിലനിർത്തുന്ന ഇലവും മട്ടിയും പാലയും ഇവിടെ സമർത്ഥമായി വളരുമ്പോൾ കാട്ടാനയും കാട്ടുപന്നിയും കാട്ടുകുരങ്ങും ആഹാരം കണ്ടെത്തുന്ന ഇല്ലിയും ഈറ്റയും പ്രകൃതിക്കിണങ്ങുന്ന വിധം വളരുമെന്നിരിക്കെ ഗ്രാൻഡിസും ഹൈബ്രിഡും തുറലിയാനയും നട്ടു. പൂമ്പൊടിയിൽ പോലും അലർജി ഉണ്ടാക്കുന്ന അക്കേഷ്യവും മാഞ്ചിയവും പ്ലാന്റ് ചെയ്തു. ഹ്യൂമസ് തുടച്ചു നീക്കപ്പെട്ടു. ജൈവസമ്പത്തിൻ്റെ കലവറ കാലപുരി പോകി. മണ്ണിലെ ജലമെത്രയും വിണ്ണിലേക്ക് വളർന്ന യൂക്കാലി മരങ്ങൾ കുടിച്ചു വറ്റിച്ചു. സ്വന്തം ആവാസമേഖലയിൽ വെള്ളവും തീറ്റയും ലഭിക്കാതെ വന്യജീവികൾ അതിർത്തി ലംഘിക്കാൻ നിർബന്ധിതരായി. നാട്ടുകാരുടെ സ്വൈരജീവിതത്തിന് ഭംഗം വന്നു. അന്നത്തെ അപ്പത്തിനു വേണ്ടി മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്നതെത്രയും വന്യജീവികൾ തിന്നും കുടിച്ചും കൂത്താടി നശിപ്പിച്ചു. ഫലമൂലാദികളുള്ള കൃഷിയിടങ്ങളിലെല്ലാം കാട്ടാനയും കാട്ടുപന്നിയും കാട്ടുകുരങ്ങും അറമാദിച്ചു നടന്നു. ആന സുല്ലിട്ട തെങ്ങുകളിൽ കയറിപ്പറ്റിയ കുരങ്ങന്മാർ ഒരു മച്ചിങ്ങ പോലും ബാക്കി നിർത്താതെ പറിച്ചെറിഞ്ഞു. ഓടിളക്കി വീടിനുള്ളിൽ കയറിപ്പറ്റിയ കുരങ്ങുകൾ ഭക്ഷ്യവസ്തുക്കൾ കൊള്ള ചെയ്തു. ജലസമർത്ഥമായിരുന്ന കിണറുകളും മറ്റ് ജലാശയങ്ങളും വറ്റിവരണ്ടപ്പോൾ അകലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന ജലമെത്രയും കാടിൻ്റെ അവകാശികൾ കവർന്നെടുത്തു. കാട്ടിലെ മൃഗങ്ങൾക്കും നാട്ടിലെ മനുഷ്യർക്കും പൊറുതിമുട്ടി. പങ്കജാക്ഷിയമ്മയുടെ ചെറുമകൻ വിഷ്ണു സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയായിരുന്നു. വിഷ്ണുവിൻ്റെ അമ്മ ചോറ്റുപാത്രവും കുടിവെള്ളം നിറച്ച കുപ്പിയും പുസ്തകസഞ്ചിയിൽ വെച്ചടച്ച് അടുക്കളയിലേക്ക് പോയി. മുറ്റത്തെ മൂവാണ്ടൻ മാവിൻ കൊമ്പത്ത് അടങ്ങിയിരുന്ന വികൃതിക്കുരങ്ങ് ചാടി ഇറങ്ങിച്ചെന്ന് ബാഗ് വലിച്ചുകൊണ്ടൊറ്റ ഓട്ടം. വിഷ്ണു നോക്കുമ്പോൾ കുരങ്ങ് ബാഗുമായി ദൂരെ പോയി കഴിഞ്ഞു. ഒച്ച വെച്ചവൻ കുരങ്ങന് പിന്നാലെ ഓടി വരുന്ന ബാഗിനുടമയെ കണ്ട് കുരങ്ങ് ബാഗ് കടിച്ചു കീറി ചോറ്റുപാത്രവും വാട്ടർ ബോട്ടിലും എടുത്ത് ഒരു കൈകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ച് ഓടിപ്പോയി. ഓട്ടത്തിൽ ചോറ്റുപാത്രം വഴുതി വീണുപോയി. എന്നാൽ വാട്ടർ ബോട്ടിൽ അവൻ കൊണ്ടുപോയി. വിഷമത്തോടെ വീട്ടിലെത്തിയ വിഷ്ണു പറഞ്ഞു, ആ കുരങ്ങിനെ ഞാൻ വിഷം കൊടുത്തു കൊല്ലും. അരുത് മക്കളെ, അരുത്. പങ്കജാക്ഷിയമ്മ വിലക്കി. നീയോ നിൻ്റെ അച്ഛനോ ജനിക്കുന്നതിന് മുമ്പ് മുതൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്നതാണ്. അക്കാലത്തൊന്നും കുരങ്ങോ മറ്റെന്തെങ്കിലും വന്യജീവികളോ ഒരു ഉപദ്രവവും ചെയ്തിരുന്നില്ല മനുഷ്യർക്ക്. ഇപ്പോൾ മനുഷ്യരെക്കാൾ കഷ്ടത്തിലാണ് ഒറ്റകളുടെ കാര്യം. യൂക്കാലിത്തോട്ടത്തിന് നേരെ കൈ ചൂണ്ടി ആ അമ്മ പറഞ്ഞു. കുരങ്ങോ മറ്റു വന്യജീവികളോ അല്ല, നമ്മുടെ യഥാർത്ഥ ശത്രു അക്കാണുന്ന യൂക്കാലിത്തോട്ടമാണ്. യൂക്കാലി. പീറ്റർ പാലക്കുഴിയുടെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു. നിർവഹണം പ്രീതി ജോസഫ്. സഹകരണം സുനിത വിശ്വൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം. സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.